ഹായ് നമസ്കാരം. ബിജു കലാവതി ആർട്ടിസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നും പതിവ് പോലെയുള്ള സെഗ്മെന്റ് തന്നെയാണ്, തീയും പുകയും. തീയും പുകയും സെഗ്മെന്റിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട കൊണ്ടൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് ആ മുട്ട വിഭവത്തിൽ എന്താണെന്ന് വെച്ചാൽ മുട്ട ഓംപ്ലേറ്റ്. ഇന്ന് അതാണ് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് അത് തയ്യാറാക്കുന്നതിലും അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്കും കിടക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതും കൊണ്ടാണ് നമ്മൾ മുളയാണ് റെഡിയാക്കാൻ പോകുന്നത്. മുള ഇവിടെ ഉണ്ട്, അതിനെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന ശേഷം ബാക്കി കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ട്. ഈ വാള് ഓക്കെ ആണല്ലോ, മുറിയില്ലടേ, എന്നെ പോലെ തന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ മുളയുടെ മുട്ടിലെത്തിയിരിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരെ ഒരു വക്ക് കൊട്ടിയ വാളും കൊണ്ട് വന്ന് അത് മുറിയൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് ഉള്ളത് ഇത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും കട്ട് ചെയ്തെടുക്കാം. വാ. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടല്ലേ, ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ മുള വെട്ടിക്കൊണ്ട് വന്നു. ഇതിനെ ഒന്ന് റെഡിയാക്കി ഇതിനെ പീസാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ മുളയുടെ മേശിരി ഇവിടെ അതിൻ്റെ പണിയെല്ലാം ചെയ്യുന്നുണ്ട്. പച്ചമല ഷെബീഖ് എന്നാണ് പേര്. ഈ പുള്ളിക്കാരൻ തന്നെ മുളയെല്ലാം കണ്ടുപിടിച്ചതും അവിടെ മൂക്കടിച്ച് വീണതൊക്കെ ഈ കക്ഷിയാണ്. എന്തായാലും നമ്മളൊരു വെറൈറ്റി ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ്. എന്തായാലും നമ്മളത് ഇതുപോലെ മുളയുടെ പീസിനെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് 7 പീസുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മുളയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിനകത്ത് മുട്ട ഓംപ്ലേറ്റിന് വേണ്ടിയിട്ട് അതിൽ തയ്യാറാക്കാനുള്ള സംഭവമാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 30 മുട്ടയാണ്. ഒരു ട്രേ മുട്ട എടുത്തിട്ടുണ്ട്, 30 മുട്ട. അതുപോലെ സവാള, വലിയ ഉള്ളി, അതുപോലെ തക്കാളി, പിന്നെ പച്ചമുളക്, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. അപ്പം നമുക്കെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ചെറുതായി അപ്പോൾ എല്ലാം ഇതുപോലെ നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിക്കാം.
മുട്ടയിലോട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം തയ്യാറായി കഴിഞ്ഞു. അപ്പോഴേ ഇനി നമ്മൾ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ചേർക്കാൻ പോകുന്നത് ചിക്കൻ മസാലയാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഈ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മുളയ്ക്കുള്ളിലേക്ക് ഒഴിച്ച് അതിൻ്റെ ഉള്ളിൽ പുരളുന്ന രീതിയിലേക്ക് നമുക്ക് ഒഴിച്ച് കറക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ മുളയ്ക്കകത്തോട്ട്, എണ്ണ പെട്ടി വെച്ചിരിക്കുന്ന മുളയ്ക്കകത്തോട്ട് ഈ മുട്ട മിക്സിനെ നമുക്ക് ഇതിനകത്ത് മുളയ്ക്കകത്ത് ഓംലേറ്റ് മുട്ടയെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വാഴയിൽ വെച്ച് അടച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മളിനി ഒരു തീ കൂട്ടിയിട്ട് അതിനകത്തിട്ട് ഇത് വേവിച്ച് എടുക്കാൻ പോവുകയാണ്. അപ്പോഴേ നമ്മുടെ മുട്ട ഓംലേറ്റ് റെഡിയാവും. അപ്പോൾ നമുക്കിതിനെ നേരെ തീയിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ മുട്ട ഓംലേറ്റ് തയ്യാറാക്കാൻ വേണ്ടി തീയെല്ലാം കൂട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് ഇതിനടുത്തോട്ട് ചാരി വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ട് നമ്മുടെ മുട്ട ഓംപ്ലേറ്റ് നല്ലതായിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ്. കുറച്ച് നിമിഷം കഴിയുമ്പോൾ നമ്മൾ മുട്ട ഓംപ്ലേറ്റ് ഇവിടെ തയ്യാറാവും. നമ്മളെന്തായാലും മുട്ട ഓംപ്ലേറ്റ് റെഡിയായി കഴിഞ്ഞു. നമ്മളിപ്പോൾ മുള ഒന്ന് തീ പിടിച്ച് ഒരു കറുത്ത ചെറിയൊരു ഇതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതാണ് നമ്മുടെ പരുവം. അതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താണ് അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നല്ല തണുത്ത് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഓരോന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇപ്പോൾ വാഴയിലെല്ലാം നല്ലതായിട്ട് വെന്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ട ഓംലേറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ.
എന്തായാലും ആ മുളയുടെ ഫ്ലേവറും എന്തായാലും ആ ചിക്കൻ ആ മസാല എടുത്തുകൊണ്ടായിട്ട് എന്തായാലും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളിവിടെ കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്, അവരെല്ലാം ടേസ്റ്റ് ചെയ്തത് വാ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ തീർച്ചയായും നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.